السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الكريم وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن كان مؤمنا كمن كان فاسقا لا يستوون. أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون. സ്നേഹ സമ്പന്നരായ രക്ഷിതാക്കളെ, ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാരെ, നല്ലവരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മറാഹിമായ റബ്ബിന്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് ഈ പരിപാവനമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും സ്വന്തം ദേഹത്തോട് എന്നതുപോലെ തന്നെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ റമളാനിനെയും കണ്ടുമുട്ടാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ റമളാനിന്റെ സമയങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, എന്നാൽ ഈ റമളാനിന് നമ്മുടെ കൂടെ ഇല്ലാത്തതായ, അതിനിടയിലുള്ള സമയത്തിനിടയിൽ മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങിയ എത്രയോ നമ്മുടെ രക്ഷിതാക്കള്, ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാര്
റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും നരകത്തെ ഭയപ്പെട്ടുകൊണ്ടുമാണ് ഈ ലോകത്ത് എന്തൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ നമുക്കുള്ള ലക്ഷ്യം. പരിശുദ്ധമായ റമളാനിലേക്ക് കടന്നുവന്ന് നിർബന്ധമായ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്തുള്ള അടങ്ങാത്ത ആഗ്രഹം സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരിക്കൽ ഒരാൾ കടന്നുവന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, റബ്ബ് നിർബന്ധമാക്കിയ 5 സമയങ്ങളിലെ നമസ്കാരങ്ങളും അതുപോലെ തന്നെ സക്കാത്ത് നൽകുകയും റമളാനിലെ നോമ്പനുഷ്ഠിക്കുകയുമൊക്കെ ചെയ്ത് ഞാനങ്ങ് ജീവിക്കുകയാണെങ്കിൽ മരണശേഷം ഞാൻ ഏത് വിഭാഗം ആളുകളിലാണ് ഉൾപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന മറുപടി സിദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലുമായിരിക്കും താങ്കൾ പെടുക എന്നതായിരുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ 17 തവണ നിർബന്ധമായും അല്ലാഹുവിന്റെ മുന്നിൽ നാം നടത്തുന്ന രഹസ്യമായ സംഭാഷണം അഥവാ നമസ്കാരം, ആ നമസ്കാരത്തിലൂടെ പടച്ച റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നാദാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെയും അണിചേർക്കണേ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകൾ മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അംബിയാക്കളാണ്, ശുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ് എന്ന് ഖുർആന് പഠിപ്പിക്കുമ്പോ ആ ശുഹദാക്കളിലേക്ക്, ആ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കപ്പെടാവുന്ന ഒരു പ്രവർത്തനത്തിലാണ് സത്യത്തിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇന്ന് ഈ സമയം മുതൽ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. റമളാനിലെ നോമ്പിന്റെ മഹത്വങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളുമൊക്കെ കൃത്യമായി പലപ്പോഴായി അറിഞ്ഞവരാണ്, ഉൾക്കൊണ്ടവരാണ്. പക്ഷേ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് എന്റെ വിഷയത്തെ ഞാൻ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഏതൊരു കർമ്മവും അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ആ റബ്ബ് മുന്നോട്ട് വെച്ച കുറേ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾക്ക് അതീതമായിക്കൊണ്ട് നിർവഹിക്കുന്ന അമലുകൾ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ, വമൻ അറാദൽ ആഖിറ വസഅലഹാ സഅയഹാ, ആര് പാരത്രിക ലോകം ഉദ്ദേശിക്കുകയും ആ പാരത്രിക ലോകരക്ഷയ്ക്ക് നിദാനമാകുന്ന ജീവിതങ്ങളും അമലുകളും ആര് നിർവഹിക്കുകയും ചെയ്യുന്നുവോ, ആ പാരത്രിക ലോകം ഉദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെതായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകള് അവർ മുഅ്മിനുകളായിരിക്കണമെന്നാണ് ശേഷമല്ല പഠിപ്പിക്കുന്നത്. ഈമാനുള്ള ആളുകളാണ് അമലുകൾ ചെയ്യേണ്ടത്. മൻ സാമ റമളാന ഈമാനൻ വഇഹ്തിസാബാ,
പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടതാണ്, കഴിഞ്ഞ ഖുതുബകളിലൂടെ ഒരുപക്ഷേ കേട്ടവരായിരിക്കാം. റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കേണ്ടവരെ കുറിച്ച് പറഞ്ഞപ്പോഴും മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ, റമളാനിലെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി നമസ്കാരത്തിന്റെ പോരിശയെക്കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെയതാ ലോകത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് നിബന്ധനകളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ അടിസ്ഥാനപരമായി പ്രിയപ്പെട്ടവരെ, ആദ്യമായി റബ്ബിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് ഈമാൻ ഉൾക്കൊണ്ടവനായിരിക്കണം, മുഅ്മിനായിരിക്കണം അമലുകൾ ചെയ്യേണ്ടത് എന്നാണ്. മുഅ്മിനല്ലാത്ത ഏതൊരാള് എന്തൊരു അമല് ചെയ്താലും ശരി, അത് റബ്ബ് പരിഗണിക്കുകയില്ല. ആ അമലിന് പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്ത പ്രതിഫലം അവന് ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈമാൻ ഉള്ളവനായ അമലുകൾ ചെയ്യണം. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കേണ്ടത് സത്യത്തിൽ എന്താണ് ഈ ഈമാൻ ഉള്ളവനായി തീരുക എന്ന് പറഞ്ഞാൽ? ആരാണ് ഈ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഇബാദത്തുകളും അതുപോലെ തന്നെ ചില അമലുകളുമൊക്കെ നിർവഹിക്കുന്ന ആളുകളുടെ പര്യായ പദമാണോ സത്യത്തിൽ മുഅ്മിൻ എന്ന് പറയുന്നത് എന്നതൊക്കെ ശരിക്കും നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നറിയോ, നാളെ റബ്ബിന്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോ വിശുദ്ധ ഖുർആൻ മുൻകൂട്ടി തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പുതുതായി ഒന്നും സംഭവിക്കാനില്ല. സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മുഴുവനും ഒരു സൂചനയെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ, പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ പറയാതെ പോയിട്ടില്ല. ചെറിയ ഒരു അധ്യായം സൂറത്തുൽ അസ്ർ, ആ ചെറിയ അധ്യായത്തിലൂടെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മുടെ പാരത്രിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആ ചെറിയ അധ്യായത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്ത് തന്നെ മതിയാകുമായിരുന്നു എന്നുവരെ സൂറത്തുൽ അസ്റിനെ കുറിച്ച് പറയുന്നത്. എന്തേ? ആ സൂറത്തിന്റെ രണ്ടാമത്തെ വചനം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാ, മനുഷ്യന്റെ കാര്യം നഷ്ടം തന്നെയാ എന്ന് റബ്ബ് നമ്മെ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഖുർആനിലെ വചനങ്ങൾ പലപ്പോഴും നമ്മൾ പാരായണം ചെയ്തു പോയില്ലേ? ഒരുപാട് ആയത്തുകൾക്ക് നേരെയുള്ള അർത്ഥങ്ങൾ നൽകി ആ തഫ്സീറുകളും പരിഭാഷകളും ഒരുപാട് തവണകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയവരല്ലേ? ഈ ചെറിയ സൂറത്തിന്റെ, ഈ ചെറിയ ആയത്തിന്റെ അർത്ഥത്തിന്റെ ആശയ തലങ്ങളിലേക്ക് കടന്നു പോകാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ആ ആയത്തിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്ന നഷ്ടമേതാ? ഭൗതികമായ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന നമ്മുടെ കച്ചവടത്തിലോ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തലങ്ങളിലോ ഉറ്റവരുടെയോ ഉടയവരുടെയോ വേർപാട് മൂലമോ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ആ തരത്തിലുള്ള ഏതെങ്കിലും നഷ്ടങ്ങളെ കുറിച്ചല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അതേ ഒരുപാട് അമലുകൾ ഭൗതികമായ ലോകത്ത് നിർവഹിച്ച് നാളെ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സമയമുണ്ടല്ലോ, അമലുകൾ ചെയ്ത് കുറെ ആളുകളതാ റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പക്ഷേ അവർ നിർവഹിച്ച അമലുകൾക്കൊന്നും തന്നെ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രതിഫലം ലഭിക്കുന്നില്ല. അവർ നിർവഹിച്ച അമലുകളൊന്നും പ്രിയപ്പെട്ടവരെ നാളെ അവരുടെ കൂടെ പാരത്രിക ലോകത്ത് അവർക്ക് രക്ഷ നൽകാൻ കൂടെയില്ല. നമുക്കറിയാമല്ലോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നില് നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും ഉറ്റവരും ഉടയവരുമെല്ലാം നമ്മോടൊപ്പമുണ്ട്. പക്ഷേ വലൈസ ലിൽ ഇൻസാൻ ഇല്ലാ മാ സആ,
മനുഷ്യന് അവന്റെ പരിശ്രമമല്ലാതെ അവന്റെ അധ്വാനമല്ലാതെ ഒന്നും രക്ഷക്കെത്തുന്നില്ല എന്ന് റബ്ബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാരത്രിക ലോകത്ത് നമ്മൾ നിർവഹിച്ച അതേ പ്രിയപ്പെട്ടവരെ നമസ്കാരമാണെങ്കിലും അനുഷ്ഠിക്കുന്ന നോമ്പാണെങ്കിലും രാത്രി നമസ്കാരമാണെങ്കിലും നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുത്തു വീട്ടിയ സക്കാത്താണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും എല്ലാം നമ്മുടെ കർമ്മരേഖയിൽ തെളിഞ്ഞു വരുന്ന രൂപത്തില് നാളെ വലത് കൈയിൽ ആ കർമ്മരേഖ ലഭിച്ചുകൊണ്ട് കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ എന്റെ ഗ്രന്ഥമൊന്ന് വായിക്കണേ, എന്റെ ഗ്രന്ഥമൊന്ന് വായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ആളുകൾക്കിടയിലൂടെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയെക്കുറിച്ചുള്ള ആഗ്രഹത്തോടുകൂടിയല്ലേ പ്രിയപ്പെട്ടവരെ അമലുകൾ നിർവഹിക്കേണ്ടത്. ആ ഒരു അവസ്ഥ വരാൻ വേണ്ടിയാണ് അല്ലാഹ് പറയുന്നത് മുഅ്മിനാവണം, മുഅ്മിനായ അമലുകൾ ചെയ്യണം, മുഅ്മിനായ ആരാധനാക്രമങ്ങൾ നിർവഹിക്കണം. ശരി, ആരാ മുഅ്മിൻ? ആരാ പ്രിയപ്പെട്ടവരെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? വിശുദ്ധ ഖുർആൻ കൃത്യമായി സംസാരിച്ചു, ഒന്നും പറയാതെ പോയിട്ടില്ല. ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരവസ്ഥയിലല്ലല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ തനിച്ചാക്കി പോകുന്നത് അല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, അതേ ലൈലുഹാ കനഹാരിആ, രാത്രി പോലും പകല് പോലെ പ്രകാശിതമായി തീർന്ന ഒരു നല്ല വെളിച്ചമാർന്ന തെളിമയാർന്ന സുന്ദരമായ ഒരു വഴിയിൽ വിട്ടേച്ചുകൊണ്ടാണ്, ഒരു മാർഗത്തിലേക്കാണ് നിങ്ങളെ ഞാൻ എത്തിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ എവിടെയും സംശയങ്ങളില്ല, തപ്പിത്തടയേണ്ട ആവശ്യം വരുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ മുഅ്മിനായ അമലുകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ മുഅ്മിൻ എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. രാമുഖമായി ഓതിവെച്ച ആയത്ത് എല്ലാ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ട് നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു വചനമായിരിക്കാം, അല്ലേ? സൂറത്തു സജ്ദയിലെ ആയത്താണ് ഞാൻ ആമുഖമായി ഓതിക്കൽപ്പിച്ചത്. അതേ 32-ാം അധ്യായത്തിന്റെ 18-19 വചനങ്ങൾ. എന്താ? റബ്ബ് നമ്മോട് അറിയിക്കുകയാണ്, നമ്മോട് ചോദിക്കുകയാ, അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. വിശ്വാസിയും അതുപോലെ തന്നെ തമ്മാടിയും പ്രിയപ്പെട്ടവരെ അവർ സമമാകുമോ? ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ പൊന്നമ്പിളി ആകാശലോകത്തങ്ങ് കടന്നു വന്ന സമയത്ത് അതേ അന്നവരെ ചെയ്തു വന്നിരുന്ന തിന്മകൾ മാറ്റിവെച്ച എത്രയോ ആളുകളുണ്ടായിരിക്കാം. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ശവ്വാലിന്റെ പൊന്നമ്പളി അങ്ങ് കാണുമ്പോഴേക്ക് അന്നവരെ അവൻ ശീലിച്ചു വന്ന നന്മകൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ, ഇബാദത്തുകൾ മാറ്റി നിർത്തുന്നില്ലെങ്കിൽ, പക്ഷേ ഭൂരിപക്ഷം ആളുകളും എങ്ങനെയാ ശഅബാനിന്റെ അവസാന സമയം വരെ അവൻ ചെയ്തു വന്നിരുന്ന സകലമാന തിന്മകളും അങ്ങ് നിർത്തിവെക്കുകയാ. പിന്നീട് ശവ്വാലിന്റെ പൊന്നമ്പളി കാണുമ്പോഴേക്ക് അന്ന് ശഅബാനിന്റെ അവസാനത്തിൽ അവൻ നിർത്തിവെച്ച സകലമാന തമ്മാടിത്തരങ്ങളുമുണ്ടല്ലോ, തിന്മകളുമുണ്ടല്ലോ, അതിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഈ മനുഷ്യർ നിർവഹിക്കുന്ന നമസ്കാരത്തിനും നോമ്പിനും എന്ത് പ്രത്യേകതയാ, എന്ത് വിലയാ ഉള്ളത്? റബ്ബ് തന്നെ ചോദിക്കുകയാ, മുഅ്മിനായവനും ഫാസിഖായവനും സമമാകുമോ? അവർ സമമല്ല എന്ന് റബ്ബ് നമ്മെ അറിയിച്ചിട്ട് മുഅ്മിനീങ്ങൾ ആരാണെന്നറിയുമോ? ഇബാദത്തുകൾ നിർവഹിച്ചാൽ അല്ലാഹ് ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്നറിയുമോ? ആ ആയത്തിലേക്ക് മടങ്ങിയിട്ട് ആ ആയത്തിൽ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ജീവിതം തന്നെയാണോ തന്റെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്, പ്രകടമായി കൊണ്ടിരിക്കുന്നത് എന്ന്
പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പരിപാവനമായ ഈ ഭവനത്തിലിരുന്നു കൊണ്ട് ലോകത്തിന്റെ നാഥനെ സാക്ഷി നിർത്തിക്കൊണ്ട് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാ, രാവെന്നോ പകലെന്ന വ്യത്യാസമില്ലാതെ, രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ലാതെ ഏതേത് സമയത്തും എന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്ന് ആ ആത്മാവിനെ ശരീരത്തിന് വേർപ്പെടുത്തുന്ന സമയം വരെ അള്ളാന്റെ കലാമില് അതേ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചാൽ, ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകളിൽ നിന്ന് റബ്ബത് സ്വീകരിക്കണമെങ്കിൽ, അതിന് പകരമായി സ്വർഗം നൽകണമെങ്കിൽ, അതിന് പകരമായി നരകമോചനം നൽകണമെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷനുകളെ കുറിച്ച്, അവരുടെ യോഗ്യതകളെ കുറിച്ച് അള്ളാഹ് എന്താണോ പറഞ്ഞത്